ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പുട്ട്, അതുപോലെ തന്നെ പൊറോട്ട, അങ്ങനെ എല്ലാ ദോശ, ഇഡ്ഡലി എല്ലാത്തിനും പറ്റിയൊരു അടിപൊളി കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഉണക്കമുളക്, പട്ട, ഗ്രാമ്പ്, ഏലക്ക, പെരുംജീരകം, ഇത്രയും സംഭവങ്ങൾ എടുത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഉണക്കമുളക് ആദ്യം ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. അതായത് പട്ട, ഗ്രാമ്പ്, പെരുംജീരകം, ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്കമുളക്, അതുപോലെ തന്നെ 2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് കശുവണ്ടി. ഓക്കെ, ഇതെല്ലാം കൂടി നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഓരോന്നൊക്കെ ഇട്ടിട്ട് മൊത്തത്തിലെടുത്ത് ആക്കിയിട്ട് പിന്നെ വഴറ്റിയെടുത്ത് ഇത് കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ അതേ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരുവിധം വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കും. കാഷ്യൂനട്ട് എന്തായാലും നമുക്കിതിൽ ഇട്ട് കൊടുക്കണം. എന്നാലും അത് നമുക്കിത് ലാസ്റ്റ് കറി കുറുകി വരും. ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാലും ലാസ്റ്റ് കറി നന്നായിട്ട് കുറുകി വരും. കാരണം ഒന്നാമത് കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്, രണ്ടാമത് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടി ആകുമ്പോൾ നല്ല ഒരു കട്ടിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതങ്ങോട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറി ഞാൻ എടുത്തിരിക്കുന്നതിൽ ക്യാരറ്റ്, ബീൻസ്, തക്കാളി, സവാള, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഇതിൽ പച്ചക്കറിയായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്, അതും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് ഇതിൽ വന്നിട്ടില്ല, അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം മൂപ്പിച്ചിട്ട് ഞാൻ കോരിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ശേഷം അതേ എണ്ണയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കണം. ആദ്യം സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഈ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഉണ്ട്, അപ്പോൾ പിന്നെ ഈ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 3-4 വിസിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ അത് നല്ല കുറുകി ടേസ്റ്റായിട്ട് വരുള്ളൂ. അപ്പം നമുക്ക് സവാള ഒരുവിധം വഴന്നാൽ മതി, നന്നായിട്ട് വഴേണ്ട ആവശ്യമില്ല. കാരണം കുക്കറിൽ വിസിൽ വരുമ്പോൾ അതെന്തായാലും സോഫ്റ്റായിട്ട് വരും. അപ്പം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്തിട്ട് നമ്മുടെ സവാള ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ്, ബീൻസും, പിന്നെ സവാള ഓൾറെഡി ഇട്ടു, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇതെല്ലാം എല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 4 വിസിൽ വെച്ചിട്ട് ഓഫാക്കി എടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അരപ്പ് തേങ്ങ ചിരകി നമുക്ക് അരച്ചെടുക്കുന്ന നമ്മൾ ആ മറ്റേ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അതായത് മസാലകൾ നമ്മൾ ചേർത്തല്ലോ, പട്ട, ഗ്രാമ്പ്, പെരുംജീരകം, അതുപോലെ തന്നെ ഉണക്കമുളക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, പിന്നെ കാഷ്യൂനട്ട്, അങ്ങനെയുള്ള സാധനം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നമ്മൾ വഴറ്റിയെടുത്തില്ല, അതെല്ലാം അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കിയെടുത്ത ശേഷം പച്ചമുളക് ഇട്ടോട്ട് നല്ല എരിവായിരിക്കും. അപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിന് പകരം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 4 വിസിലാവട്ടെ. ആ നേരം കൊണ്ട് നമുക്കിത് തേങ്ങ ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസാല മൊത്തം ഈ ഒരു ചേരുവകൾ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് അങ്ങനെ ഇട്ട് കൊടുത്തു. പക്ഷേ അതാകുമ്പോൾ കുറച്ച് അരഞ്ഞ് വരാൻ പ്രയാസമാണ്, പ്രത്യേകിച്ച് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ളൊന്ന് പൊടിച്ചെടുത്തിട്ട് തേങ്ങ ഇട്ടിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അങ്ങ് ആക്കിയെടുക്കുക കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അപ്പം, ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി, പൊറോട്ട, അങ്ങനെ എല്ലാത്തിനും നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ബെസ്റ്റാണ്. ആ എല്ലാ ഐറ്റത്തിനും ഇത് ഓടും കേട്ടോ. അതാണ് എൻ്റെ ഇപ്പം പൂരി. ഓക്കെ, അപ്പോൾ അത് അരച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളത് ഇതും ആയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, നന്നായിട്ട് സ്മൂത്തായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി ഞാൻ വെള്ളം ഇത്തിരി കൂടുതൽ ചേർത്തു, പക്ഷേ കറി നല്ല ടൈറ്റായി വന്നു. കാരണം എന്താണെന്നറിയാം, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കശുവണ്ടി, ഇതെല്ലാം കൂടി ചേർന്നപ്പം നല്ല കുറുകി വന്നു. തിളച്ച് കഴിയുമ്പോൾ തന്നെ ഈ സാധനങ്ങൾ കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാം ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ സാധാരണ കുറുമ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ പക്ഷേ ഇതിൽ നിങ്ങളൊന്നും ചെയ്തു, ഇങ്ങനെ വഴറ്റിയൊന്നും ചെയ്യാറില്ല. ഒറ്റയ്ക്ക് വഴറ്റിയിട്ട് അങ്ങ് വയ്ക്കും, പക്ഷേ വഴറ്റിയിട്ട് അരയ്ക്കാറില്ല. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ വെച്ചത് കുറുകുമോ എന്നൊക്കെ ഓർത്തു, പക്ഷേ സംഭവം കുറുങ്ങി വന്നു. ആക്ച്വലി അത് നന്നായി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരുപാട് കട്ടിയായിപ്പോയി. അപ്പോൾ അതേ നന്നായിട്ട് ഇളക്കിയെടുക്കട്ടെ, സംഭവം ആവട്ടെ, തിളച്ച് നമ്മുടെ മസാല ഇതുമായിട്ടൊന്ന് യോജിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ അതേ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേ സംഭവം കിഡിലനാണ്, സൂപ്പറാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇത് ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ട്. അതേ കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, കറി നന്നായിട്ട് അത്യാവശ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതെ കണ്ടോ. അപ്പോൾ അതേ അപ്പത്തിന് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇന്ന് അപ്പമാണ്. അപ്പോൾ അതേ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ചെയ്ത് നോക്കാം കേട്ടോ.